അപ്പോ ഇനി എന്താ പരിപാടി? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കാര്യമൊക്കെ പിന്നെ പറയാം. കിടക്കവിടെ. കാര്യം പിന്നെ പറയാം. ഈ ബാലേട്ടന് നാണം. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ടാ. ഗീതു, ഗീതു, എഴുന്നേക്ക്. മാറവിടുന്ന്. ആ മാരി സാധനം എടുത്ത് മാറ്റോ? ഗീതു, ഞാൻ പറയാൻ വരുമായിരുന്നു. എന്നെ എന്റെ വീട്ടുകാരെ പറഞ്ഞ് പറ്റിക്കില്ലായിരുന്നു താൻ. എടോ, ഞാനത് ഇതെടുത്ത് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കണ്ടിട്ട് ഭ്രാന്താവുണ്ട്. പിന്നൊരു കാര്യം, എന്നെ ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് ആക്കണം. ബാക്കിയൊക്കെ നാളെ രാവിലെ സംസാരിക്കാം. ഗീതു പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് 22 വയസ്സ് മുതൽ എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങിയത്. പല പെൺപിള്ളേരോടും ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. പക്ഷെ ഈ മുടി കുറെ പെണ്ണ് കണ്ടു, പക്ഷെ അവർക്കാർക്കും എന്നെ ഇഷ്ടമായില്ല. കാരണം ഈ കഷണ്ടിയാണ്. ഒരു വിഗ് വെച്ച് തുടങ്ങിയപ്പോഴാണ് പലപ്പോഴും എനിക്ക് നല്ല ആലോചനകളൊക്കെ വന്നു തുടങ്ങി. അതൊക്കെ തന്റെ കാര്യം. എടോ, ഏതൊരു പെണ്ണിന് വിവാഹത്തെ കുറിച്ച് കുറെ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു മുടിയല്ലേ, അത് എപ്പോഴെങ്കിലും കൊഴിഞ്ഞു പോയാലോ. പലർക്കും ഇതൊരു നാണക്കേടാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതൊക്കെ താൻ എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? എനിക്കത് വട്ട പിടിക്കുന്നുണ്ട്. എടോ, നല്ല ലൈഫൊക്കെ ഞാനും ആഗ്രഹിച്ചതാ. പക്ഷെ ഈ മുടി അതിനൊരു തടസ്സമായപ്പോ. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതൊന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഗീതു പ്ലീസ്, തനിക്ക് എല്ലാ രീതിയിലും കംഫർട്ടായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കും ഞാൻ. കംഫർട്ടോ? താനോ? എടാ, തനിക്ക് ഇതിനെ കുറിച്ച് എന്നോട്ടൊരു വാക്ക് പറയാറുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ എന്താ, നിന്നെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നില്ലേ? താനെന്റെ ലൈഫിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചോണ്ടാ ഞാൻ. എന്നിട്ടിപ്പോ എന്തായി? എന്റെ ലൈഫ് താൻ കാരണം ഇല്ലാണ്ടായില്ലേ? ലൈഫിൽ എല്ലാതും നല്ലോണം ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ആളാ ഞാൻ. ആഫ്റ്റർ മാരേജ് താനുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനിത് ബ്രേക്കപ്പ് തന്നെ ചെയ്യും. ഇതിപ്പോ കുറച്ച് നേരത്തെ അത്രേ ഉള്ളൂ. ഇത് നിന്നെ പിടിച്ച് കയ്യിൽ വെച്ചേക്കുന്നേ. ഇതുപോലത്തെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റി എനിക്ക് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ അത്രയും എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടന്ന ആളാണ് ഞാൻ. ഇതിപ്പോ ഞാനൊരു ജോക്കറായി മാറിയില്ല ഇവിടെ. ഗീതു മതി. ഈ ദാമ്പത്യ ജീവിതത്തിൽ കഷണ്ടിക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കല്യാണം കഴിഞ്ഞല്ലോ, ഗീതുവിന് എന്ത് വേണേലും തീരുമാനിക്കാം. ഇനി തീരുമാനിക്കാൻ ഒന്നുമില്ല. ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ് ഹിയർ.